തട്ടിപ്പ് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം നിൽക്കുന്നില്ല. സംസ്ഥാനത്ത് നിന്നും എല്ലാ ഭാഗത്തു നിന്നും തട്ടിപ്പിന്റെ വിവിധ വിവരങ്ങൾ പുറത്തുവരികയാണ്. വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. 34,000 പേർ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണ്. ഇപ്പോൾ അനന്തകൃഷ്ണന്റെ ഓഫീസിലെ 3 ജീവനക്കാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്ന വിവരവും ഈ മണിക്കൂറിൽ വരുന്നതാണ്. പകുതി വില തട്ടിപ്പിൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് നടന്ന തട്ടിപ്പിന് വിശദാംശങ്ങളുമായി സുനിഷയുണ്ട്. സുനിഷ, ബാലരാമപുരത്തും പണം നിക്ഷേപിച്ചവർ ഏറെയാണ്. ലോൺ എടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പണം അടച്ചത്. എന്താണ് ബാലരാമപുരത്തെ തട്ടിപ്പിന്റെ സ്വഭാവം? സ്മൃതി, ഇത് തന്നെയാണ് ബാലരാമപുരത്തും സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും നിരവധി പേർ, ഒരു 100 കണക്കിന് ആളുകൾ ബാലരാമപുരത്ത് മാത്രം ഇതേ രീതിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രധാനമായും തുടക്കത്തിൽ തയ്യൽ മെഷീൻ കിട്ടുന്നുണ്ട് ആളുകൾക്ക്, പിന്നീട് ലാപ്ടോപ്പിലേക്ക് കടക്കുന്നു, സ്കൂട്ടറിലേക്ക് കടക്കുന്നു. അങ്ങനെയായിരുന്നു ഇവരൊക്കെ തന്നെയും നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ പണം നിക്ഷേപിച്ച കുറച്ചു പേർ ഒപ്പം തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ നിക്ഷേപിക്കുന്നത്? അല്ല, ഇവിടെ ഈ കാണുന്ന സ്ഥാപനത്തിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളും പറഞ്ഞു ഇങ്ങനെ 2 വീലർ പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കാശ് അടയ്ക്കണമെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അടച്ചു. അപ്പോൾ 7 മാസമാണ് കാലാവധി പറഞ്ഞത്. അതിനുള്ളിൽ വണ്ടി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. എത്ര പൈസ അടച്ചിട്ടുണ്ട്? ഞാനിപ്പോ 61,900 രൂപ അടച്ചിട്ടുണ്ട്. ഏത് സമയത്തായിരുന്നു? നവംബർ 12-ാം തീയതി. രണ്ടുപേരും ഹസ്ബൻഡാണ്. ഇതേ രീതിയിൽ അടച്ച ആളുകളാണ്. ഇത് വാഹനത്തിനാണെങ്കിൽ ഒരുപക്ഷെ ഈ ട്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന ഈ കമ്പനിയിലേക്കാണ്, ഇതുവഴിയാണ് ഇവർ പ്രധാനമായും ഈ പണം അടക്കുന്നത് എന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനന്തകൃഷ്ണൻ അറസ്റ്റിലായതിനു ശേഷവും ഇവിടെ പണം അടച്ചവർ ഉണ്ട് എന്നതാണ്. അതായത് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായതിനു ശേഷവും ഈ കമ്പനിയോ കമ്പനിയിലുള്ള ആളുകളോ പിന്നീടും ആളുകളെ ഈ മെമ്പർഷിപ്പിലേക്ക് ചേർക്കുകയും ഒപ്പം തന്നെ പണം വാങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ചേച്ചി, ഇവിടെ എന്ത് വാങ്ങാനാണ് പണം കൊടുത്തത്? ഞാൻ 2 വീലർ വാങ്ങാനാണ് പണം കൊടുത്തിരുന്നത്. 29/11/2024 ഞാൻ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് പണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. സ്കൂട്ടറിനാണ്? 2 വീലറിനാണ് പണം കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് അറിയുന്നത്, ഇങ്ങനെ കൊടുക്കുന്നത്? ഞാൻ ഇവിടെ മുകളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതിന് തൊട്ട് താഴെയാണ് ഈ ഓഫീസ്. അപ്പൊ അങ്ങനെ ഞാൻ വരുന്ന സമയത്താണ് ഇവര് ഹാജികുമാറും മധുസൂദനൻ നായർ എന്ന് പറയുന്ന സാർ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അവരിതുപോലെ പറഞ്ഞ സമയത്താണ് പണം കൊടുത്തത്. ഇതാണ് പലരും ഈ പറഞ്ഞതുപോലെ പണയം വെച്ചും ഒപ്പം തന്നെ കടം വാങ്ങിയും ഒക്കെയാണ്. നേരത്തെ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഈ 25 സ്കൂട്ടർ മാത്രമേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ പണം അടക്കുകയാണെങ്കിൽ ഉടൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് പണയം വെച്ചും കടമെടുത്തും ഒക്കെ ആളുകൾ വന്ന് വാങ്ങുകയായിരുന്നു എന്നതാണ്. ചേച്ചി, അങ്ങനെയാണോ വാങ്ങിച്ചത്? ഞാനിവിടെ ഒരു ക്ലാസ്സിന് വന്നതാണ്. ആടിന്റെ ക്ലാസ്സിന് വന്നപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തയ്യൽ മെഷീൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആക്റ്റീവേക്കാണ് കൊടുത്തത്. ഞാൻ 19/10/2024 കൊടുത്തത്. 16,000 ആദ്യം 16,000 കൊടുത്തു, പിന്നെ 900 കൂടെ കൊടുത്തു. പക്ഷെ ഇതുവരെ വണ്ടി കിട്ടിയില്ല. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ 2-ാം തീയതി 2/2/2025 രാത്രി 11 മണിക്കുള്ള വാർത്ത കേട്ടാണ് ഞാൻ ഇവിടെ വന്നത്. 3-ാം തീയതി ഇവിടെ വന്നപ്പോൾ പ്രകാശ് സാറും ഉണ്ടായിരുന്നു. ഞാൻ ആരും പറഞ്ഞിട്ടല്ല വന്നത്. വന്ന സാറിനെ ഞാൻ ഫോൺ ചെയ്തു, ഹജികുമാർ സാർ കണ്ടപ്പോഴാണോ ചേച്ചിക്ക് തട്ടിപ്പ് നടന്നെന്ന് അറിഞ്ഞത്. അപ്പം ഞാൻ വന്നു. ഇവിടെ ചോദിച്ചപ്പോൾ ഹജി സാറിനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പൊ സാറ് പറഞ്ഞ് ഇപ്പൊ പൈസ തരാൻ പറ്റില്ല കുറച്ച്. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞ് പൈസയും കൊണ്ടേ വരാവൂന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രകാശ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കേസ് കൊടുത്തു 3-ാം തീയതി 3/2/2025. ചേച്ചി പറഞ്ഞ് മറ്റാരെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിയത് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ എന്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എനിക്കറിയാവും, വേറെ ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ആ പൈസ കിട്ടിയ വലിയൊരു, ഞാൻ പണയം വെച്ചാണ് കൊണ്ടടച്ചത്. ഞാൻ ഇവിടെ എല്ലാ പ്രോഗ്രാമിനും ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാത്തിനും ചേർന്നിട്ടുമുണ്ട്. അങ്ങനെ ഓരോരുത്തരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ്. ചേച്ചി, നിങ്ങളുടെ അറിവിലൊക്കെ ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് വാഹനം 83 വാഹനങ്ങൾ എന്തോ കൊടുത്ത്. അല്ല,